ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി PSC ആവർത്തിച്ച ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം? ഉത്തരം പുതുച്ചേരി. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം? 1857. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷമാണ് 1857. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാൽ. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാലിലാണ്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമമാണ് 1858 നിയമം. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമമാണ് 1858 നിയമം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ. ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഉത്തരം എത്യോപ്യ. രാഷ്ട്രപതി നിലയം എവിടെയാണ്? രാഷ്ട്രപതി നിലയം എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്. രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേരെന്തായിരുന്നു? വൈസ്റീഗൽ പാലസ്. വൈസ്റീഗൽ പാലസ്. 2 ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യമാണ് ജർമ്മനി. 2 ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യമേതാണ്? ജർമ്മനി. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ? ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? രാജ കേശവദാസ്. രാജ കേശവദാസ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഉത്തരം സോനാർഗവോൺ കൊൽക്കത്തയും പേഷവാറും. സോനാർഗവോൺ പേഷവാർ. ഗ്രാൻഡ് സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഗ്രാൻഡ് സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഉത്തരം ബ്രിഡ്ജ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ D ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ D ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ഉത്തരം ആർട്ടിക് സമുദ്രം. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ്? അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ്? ഉത്തരം ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടൻ. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ന്യൂയോർക്ക്. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക്. അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയയാണ്. കാലിഫോർണിയ. ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലാണ്. ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിൽ. യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം? യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പിലെ കശ്മീരാണ് സ്വിറ്റ്സർലാൻഡ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ചെവിയും തൊണ്ടയും. ചെവിയും തൊണ്ടയും. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം? ഉത്തരം 33. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം? ഉത്തരം 33. ആണവോർജ്ജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ? ആണവോർജ്ജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് നോട്ടിലസ്. നോട്ടിലസ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? ഉത്തരം 6 മാസം. രാജമുദ്രി ഏതു നദിയുടെ തീരത്താണ്? രാജമുദ്രി ഏതു നദിയുടെ തീരത്താണ്? ഉത്തരം ഗോദാവരി. രാജ കേശവദാസൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? രാജ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ആലപ്പുഴയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ്? ഉത്തരം ഹൈദരാബാദിൽ. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്?
ഉത്തരം ഹൈദരാബാദിൽ. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂർ. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഡൽഹി. നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്? ഉത്തരം സുവോമോട്ടോ. നിയമ സംവിധാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പുരാതന നഗരം ഏതാണ്? ഉത്തരം റോം. നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു, പണക്കാരൻ നിയമത്തെയും എന്നും പറഞ്ഞത് ആരാണ്? ഒളിവർ ഗോൾഡ് സ്മിത്ത്. നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷം? ഉത്തരം ഹോളി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ഉത്തരം ചൗരി ചൗര സംഭവം 1922. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ? ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. നിഹിലിസം എന്ന വാക്ക് രൂപപ്പെടുത്തിയത് ആരാണ്? ഇവാൻ ടെർജനോവ്. നിക്കോബാർ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം? നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത്? നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഉത്തരം ഹൈഡ്രജൻ. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം? പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപമാണ് പടയണി. പമ്പയുടെ ഉത്ഭവം? പമ്പയുടെ ഉത്ഭവം എവിടെ വെച്ചാണ്? പുലച്ചിമലയിൽ വെച്ചാണ്. പമ്പയുടെ ഉത്ഭവം പുലച്ചിമല. പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത്? പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം? പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഓറോളജി. ഓറോളജി. പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം എന്താണ്? പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗമാണ് സസ്തനികൾ. പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത്? പാപികളുടെ നഗരം ബാങ്കോക്ക് ആണ്. പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബാങ്കോക്ക്. പാബ്ലോ നെരൂദ ജനിച്ച രാജ്യം? ചിലി. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. പാർലമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? പാർലമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. എന്താണ്? ഓർഡിനൻസ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകൾ? പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകളാണ് ബിലിറുബിൻ, ബിലിവെർഡിൻ. ബിലിറുബിൻ, ബിലിവെർഡിൻ. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി. 13-ാം നൂറ്റാണ്ടിൽ അസം കീഴടക്കിയ അഹോം വംശജർ ഭരണത്തിനായി നിയോഗിച്ച വൈസ്രോയിമാർ? ബർക്കന്മാർ. എന്താണ്? ബർക്കന്മാർ. 13-ാം നൂറ്റാണ്ടിൽ അസം കീഴടക്കിയ അഹോം വംശജർ ഭരണത്തിനായി നിയോഗിച്ച വൈസ്രോയിമാർ ബർക്കന്മാർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രി? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രിയാണ് സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ. ഫത്തേപൂർ സിക്രിയുടെ കവാടം? ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏതു നഗരത്തിലാണ്? ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ഉത്തരം ലണ്ടൻ. ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ്? ബർദോളി സത്യാഗ്രഹം നയിച്ചത് സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 88 ദിവസം കൊണ്ടാണ് ബുധൻ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഭാരതത്തിൽ 2-ാം സ്ഥാനത്തുള്ള പക്ഷിയാണ് കാസോവരി. കാസോവരി. ഭാരതരത്നവും ഓണറ്റി ഓസ്കാറും നേടിയ ആദ്യ വ്യക്തി? ഭാരതരത്നവും ഓണറ്റി ഓസ്കാറും നേടിയ ആദ്യ വ്യക്തിയാണ് സത്യജിത്ത് റേ. ആരാണ്? സത്യജിത്ത് റേ.
ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 23.5 ഡിഗ്രി. 23.5 ഡിഗ്രി. പ്രാചീന കേരളത്തിൽ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത് നന്നങ്ങാടികളിലാണ്. പ്രാചീന കേരളത്തിൽ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത് എവിടെയാണ്? എന്തിലാണ്? നന്നങ്ങാടികളിൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹോസ്റ്റിങ്സ്. വാറൻ ഹോസ്റ്റിങ്സ്. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഗ്രീക്ക് ദേവൻ്റെ പേരുള്ള ഏക ഗ്രഹം ഏതാണ്? ഗ്രീക്ക് ദേവൻ്റെ പേരുള്ള ഏക ഗ്രഹമാണ് യുറാനസ്. യുറാനസ്. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം കാൺപൂർ. ഗ്രീസിനും തുർക്കിക്കുമിടയ്ക്കുള്ള മധ്യധരണ്യാഴിയുടെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഈജിയൻ കടൽ. ഗ്രീസിനും തുർക്കിക്കുമിടയ്ക്കുള്ള മധ്യധരണ്യാഴിയുടെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഈജിയൻ കടൽ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് വരാനിരിക്കുന്ന PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള GK ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.